ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഒരു മണി മാനേജ്മെൻറ്റ് ഹാക്സിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൊന്ന് കണ്ടാലോ. പ്രായഭേദമന്യേ നമ്മളെല്ലാവരും പൈസ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ബേസിക് ലൈഫ് സ്കില്ലിലൊന്നാണ് മണി മാനേജ്മെൻറ്റ് സ്കില്ലെന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് പ്രിറ്റി മച്ച് ഡിസപ്പോയിൻറ്റിങ് ദാറ്റ് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലോ ഒന്നും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ബട്ട് എനിവേ, ഞാൻ നിങ്ങൾക്കൊരു 10 മണി മാനേജ്മെൻറ്റ് ഹാക്സ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ നോക്കാം. ആദ്യത്തെ കാര്യം, ട്രാക്ക് യുവർ എക്സ്പെൻസസ്. ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻകം വന്നു തുടങ്ങിയത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ട്യൂഷനൊക്കെ എടുത്തോണ്ടാണ്. അറിഞ്ഞോ അറിയാതെയോ, അതൊന്നും വലിയൊരു ഇൻകം അല്ലെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെ പോലും അതൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിടാറുണ്ട്. അതെനിക്കിപ്പോൾ ഒരു ഹാബിറ്റായി. ഇപ്പോൾ ലാസ്റ്റ് few years I'm pretty much good at tracking my expenses. അതായത് നമ്മൾ വിചാരിക്കും പുറത്ത് പോയി ഒരു കാപ്പി കുടിച്ചതിൻ്റെ നമ്മൾ വില കണക്കാക്കണം. അത് കാര്യമില്ല. $1 അല്ലേ, $2 അല്ലെങ്കിൽ 10 രൂപയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഒരു കാപ്പിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ചായക്ക് വേണ്ടി നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തെന്ന്. സോ നമ്മളുടെ ഒരു അൺഹെൽത്തി ഹാബിറ്റ്സിനെ ട്രാക്ക് ചെയ്യാൻ പോലും ബഡ്ജറ്റിന് ആക്ച്വലി പറ്റും. അപ്പം ഡു ബഡ്ജറ്റ്, ട്രാക്ക് യുവർ എക്സ്പെൻസ്, ട്രാക്ക് യുവർ ഇൻകം, വൈസായിട്ട് സ്പെൻഡ് ചെയ്യാൻ പഠിക്കുക. ഫോളോ 50-30-20 റൂൾ. മണി മാനേജ്മെൻറ്റിലെ കാര്യത്തിൽ ഏറ്റവും ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നൊരു കാര്യമാണ്. അതായത് ആദ്യത്തെ നമ്മുടെ ഇൻകം ഒരു $1000 ആണെങ്കിൽ 1000-ൽ 30% ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അത്യാവശ്യമായ ചിലവുകൾക്ക്, അതായത് യൂട്ടിലിറ്റീസ്, ബിൽസ്, പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെൻറ്റ്, പൊതുവുള്ള കാര്യങ്ങൾ, അതൊക്കെ അത്യാവശ്യമായുള്ള ചിലവുകളാണോ അതിനു വേണ്ടി മാറ്റിവെക്കുക. ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് വാണ്ട്സ്, അതായത് ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന്, ഒരു സിനിമയ്ക്ക് പോകുന്നത്, ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അതൊക്കെ അത്യാവശ്യമല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ. അങ്ങനെ ബാക്കി 20% എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 20% മാറ്റി വയ്ക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? സേവിങ്സിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലും അല്ലെങ്കിൽ ബുക്സിലും ഒക്കെ കേൾക്കുന്ന ഒരു റൂളാണിത്. ഫോളോ 50-30-20 റൂൾ. ഓട്ടോമേറ്റ് യുവർ സേവിങ്സ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം അങ്ങനെ ഒരു ഹാബിറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എപ്പോഴൊക്കെയാണോ എനിക്ക് സാലറി എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരുന്നത്, ഞങ്ങൾക്കിവിടെ എങ്ങനെയാണ് സാലറി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, നമുക്ക് ചെക്കിങ് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ചെക്കിങ് അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിതമായൊരു തുക ഞാൻ എപ്പോഴും ഓട്ടോമാറ്റ് ചെയ്ത് വെച്ചിരിക്കാം. അതായത് എൻ്റെ പ്രസൻസ് ഞാൻ ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഓതറൈസ് ചെയ്ത് ഉള്ള പേയ്മെൻറ്റ് പോലെ തന്നെ ചെക്കിംഗ് എന്നുള്ളൊരു എമൗണ്ട്, നിശ്ചിതമായൊരു തുക കൃത്യമായിട്ട് റിപ്പീറ്റേറ്റീവ് എപ്പോഴൊക്കെ എനിക്ക് സാലറി വരുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്കൊരു നിശ്ചിതമായൊരു തുക അങ്ങോട്ട് പോകുന്നുണ്ട്. പേ യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ ആദ്യം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ആ ബില്ലടയ്ക്കണം, ഈ ബില്ലടയ്ക്കണം, നാട്ടിലേക്ക് കൊടുക്കണം, അവിടേക്ക് പേയ്മെൻറ്റ് ഉണ്ട്, ഇതിന് പേയ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷെ നമ്മളിൽ എത്ര പേര് നമ്മൾക്ക് വേണ്ടി പൈസ മാറ്റി വയ്ക്കുന്നുണ്ട്? സോ സേവിങ്സ് പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിൽ നിന്ന് ഒരു കൃത്യമായൊരു തുക, എന്തോ ആയിക്കൊള്ളട്ടെ, കൃത്യമായൊരു തുക, അതൊരു ചെറുതോ വലുതോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ഒരു ചെറിയൊരു തുക അതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ക്രിയേറ്റ് ആൻ എമർജൻസി ഫണ്ട്. നാട്ടിലെ പോലെയൊന്നും അല്ല. നാട്ടിൽ നമുക്ക് സമ്പാദ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെ വരുമാനത്തിൽ നമുക്ക് നാട്ടിൽ കഴിയാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ടൈം ഉണ്ടാകും, ലേഡ് ഔട്ട് ഉണ്ടാകും. ഇവിടെ സീസൺ അനുസരിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, സീസൺ അനുസരിച്ചിട്ട് പേയ്മെൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവേഴ്സ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു 3 മുതൽ ഒരു 6 മാസത്തെ വരെയുള്ള നിങ്ങളുടെ ഇൻകം ഒരു എമർജൻസി ഫണ്ടായിട്ട് എപ്പോഴും മാറ്റി വയ്ക്കുക. അതായത് 3-4 മാസം പോലും നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ കൂടെയും നിങ്ങളുടെ എല്ലാ നീഡ്സും, ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തുക എപ്പോഴും മാറ്റി വയ്ക്കുക. ആസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇമിഗ്രൻ്റ് ആയിക്കോട്ടെ, നമ്മൾക്ക് ഏത് രീതിയിലും പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു 3-4 മാസത്തെ ഒരു തുക മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. സക്സസ്ഫുള്ളി
കഴിഞ്ഞൊരു വർഷം എന്നെ കൊണ്ട് അത് പറ്റിയായിരുന്നു. സ്റ്റുഡൻറ്റ് പീരീഡ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഗോളായിരുന്നു എൻ്റെ സ്റ്റുഡൻറ്റ് ലോൺ അടച്ചു തീർക്കുക എന്നുള്ളത്. അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. രണ്ടാമതൊരു കാര്യമായിരുന്നു എമർജൻസി ഫണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഗോൾസും ഇങ്ങനത്തെ കാലണ്ടറും ഒക്കെ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ 2024 തുടങ്ങുമ്പോൾ എഴുതി വെച്ചൊരു കാര്യമായിരുന്നു എനിക്ക് എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ 2024 അവസാനം ആകുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചൊരു നിശ്ചിതമായൊരു തുക എന്നെ കൊണ്ട് എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് റീ അക്വയറിങ് സബ്സ്ക്രിപ്ഷൻസ്. അതായത് ആവശ്യമുണ്ടോ ഇല്ലയോ നമ്മളുടെ ഒക്കെ അക്കൗണ്ടിൽ നിന്ന് പല സബ്സ്ക്രിപ്ഷൻ, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, പ്രൈം ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ജിമ്മിലായിക്കോട്ടെ, നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പ്രീ ഓതറൈസ് ചെയ്ത് പോകുന്നുണ്ട്, പേയ്മെൻറ്റ്സ് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഐ യൂസ് ലോട്ട് ഓഫ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഫോർ മൈ സോഷ്യൽ മീഡിയ. എനിക്ക് ഉപയോഗമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാനത് അൺസബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും. അപ്പോൾ നിങ്ങൾ അടുത്ത മാസം ഒരു ജിമ്മിൽ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം റാദർ ദാൻ വേസ്റ്റിംഗ് യുവർ മണി. യൂസ് സെപ്പറേറ്റ് അക്കൗണ്ട്സ്. ഇവിടെ ഞങ്ങൾക്ക് ചെക്കിംഗ് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾക്കുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ ഓരോ അക്കൗണ്ടിൽ നിന്നും പ്രീ ഓതറൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സേവിങ്സിന് നിങ്ങൾ ഇടുന്ന തുക മാക്സിമം സേവിങ്സിന് എടുത്ത് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചെക്കിംഗ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ ചെക്കിംഗ് എന്നുള്ളത് അടച്ചു പോകാൻ വേണ്ടി നോക്കുക. സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് അത് സേവിങ്സ് തന്നെ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് തൊടാതെ അതിൽ നിന്ന് തിരിമറിയൊന്നും ചെയ്യാതെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റ് സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ രണ്ടുപേരും നിശ്ചിതമായൊരു തുക എല്ലാ മാസവും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു എമർജൻസി ഫണ്ടായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം, അല്ലെങ്കിൽ നാളെ ഒരു വെക്കേഷൻ ആണെങ്കിൽ, നാളെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിൽ നമ്മൾക്കതൊരു ലിവറേജ് പോലെ നമ്മളത് ഒരു ജോയിൻ്റ് ആയിട്ടൊരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം സ്മാർട്ട് സ്പെൻഡിങ് ഹാബിറ്റ്സ് ആണ്. ഒന്ന്, പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബൈ ഇൻ ബൾക്ക് റാദർ ദാൻ ഓരോ തവണ പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ പോകുമ്പോഴും കുറച്ച് സാധനം വാങ്ങിക്കുന്നതിന് പകരം എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ കോസ്കോ എന്ന് പറഞ്ഞ ഹോൾസെയിൽ ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾക്ക് ഒരു മാസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ സെയിലിന് കിട്ടുന്ന സമയത്ത് അത് ഒരുമിച്ച് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. ഷോപ്പ് വിത്ത് എ ലിസ്റ്റ്. എനിക്കൊക്കെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറിക്ക് പോകുമ്പോൾ എൻ്റെ ഗ്രോസറി ലിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞ് ഐ ഗോ പിക്കിംഗ് അപ്പ് സം റാൻഡം തിങ്സ്. ചിലപ്പോൾ അത് ഉപയോഗിച്ചൊന്നും തന്നെ വരില്ല. സോ ഓൾവേസ് ഗോ വിത്ത് എ ലിസ്റ്റ്. എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അത് പോയി അത് മാത്രം വാങ്ങിച്ചുകൊണ്ട് വരിക. ഐ ഗെറ്റ് ഓവർ സ്റ്റിമുലേറ്റഡ് വെൻ ഐ ഗോ ടു എനി സ്റ്റോഴ്സ്. അത് കണ്ടതൊക്കെ വാങ്ങിക്കാൻ എനിക്ക് ടെൻഡൻസി തോന്നാറുണ്ട്. സോ ഞാൻ അതിനെയൊക്കെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റോട് കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് എന്നെ തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓവർ കൺസംഷനൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. ഫോളോ 24 hour റൂൾ. ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ആമസോണിലാണെങ്കിലും വേറെ ഏതെങ്കിലും ഷോപ്പിംഗ് കാർട്സിലൊക്കെ ഞാൻ ചില സമയത്ത് ആഡ് ചെയ്ത് സാധനങ്ങൾ വെക്കും. പക്ഷേ അതേ സാധനങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. അതായത് കടകളിൽ ചെന്നിട്ട് ഇമ്പൾസീവായിട്ട് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് വാങ്ങിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ റാൻഡംലി വാങ്ങിക്കുന്നതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ വാങ്ങിക്കാതിരിക്കുക. ടേക്ക് യുവർ ടൈം. പിന്നെ അതെടുത്ത് നോക്കുമ്പോൾ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 2 ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇത് ആവശ്യമുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കളയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ പുറത്തോട്ട് പോയി ഷോപ്പ് ചെയ്യുന്ന പോകുന്ന സമയത്ത് മേ ബി ഇഫ് യു ലൈക്ക് സംതിങ് ടേക്ക് എ പിക്ചർ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതേ സാധനം വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും വേണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും പോയി വാങ്ങിക്കുക. പേഴ്സണലി പറയുകയാണെങ്കിൽ മേ ബി ഒരാഴ്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ കാർട്ടിനെ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്കത് വേണ്ട എന്ന് തോന്നാറുണ്ട്. സോ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹാബിറ്റാണ്. സോ എനിവേ, നമ്മൾക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം. പട്ടിണി കിടന്നാണെങ്കിലും അല്ലെങ്കിലും ഓവർ ടൈം ചെയ്തിട്ടാണെങ്കിലും എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇതിൽ എത്ര പേർക്ക് പൈസ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്നുള്ളത് എനിക്കറിയില്ല. ഇതൊന്നും എന്നെയും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ കുറേ നമ്മൾ ഇങ്ങനെ വളർന്നു വരുമ്പോഴാണല്ലോ നമ്മൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ അറിയുന്നതും പഠിക്കുന്നതും. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഓരോരോ ശീലങ്ങളാണ്, ചെറിയ ഓരോ മൈക്രോ ഹാബിറ്റ്സിലൂടെയാണ് ഞാൻ ഇങ്ങനത്തെ സേവിങ്സ് ഹാബിറ്റും അല്ലെങ്കിൽ പൈസ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ
ഞാനും പഠിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് തരാം. എനിവേസ്, ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്സ്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ കമൻറ്റ്സ്. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ